ഹായ്, അബിയൽ ഡയറീസിൻ്റെ ഒരു പുതിയ ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡക്ഷൻ സ്റ്റൗ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുകളിലാണ് ഇന്ന് മെട്രോ സിറ്റികളിൽ കൂടുതൽ ജനങ്ങളും പാചകം നടത്തുന്നത്. ഇത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മെയിൻ സാധനമാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന രീതികളും എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ നന്നായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ദീർഘകാലം യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നു. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കറിനകത്തെ കോയിലും അതിൻ്റെ ബോർഡുമാണ്. ഇത് ബജാജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇൻഡക്ഷൻ കുക്കർ വൈദ്യുതകാന്തിക പ്രേരണം മൂലം, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഗ്ലാസ് പ്രതലത്തിൽ, ഇതാണ് ഇതിൻ്റെ ഗ്ലാസ് പ്രതലത്തിന് താഴെ ഒരു കോപ്പർ കോയിൽ ഉണ്ടാകും. ആ കോപ്പർ കോയിലിനെ ഞാൻ വെളിയിലെടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ കോപ്പർ കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു കാന്തിക മണ്ഡലം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ കാന്തിക മണ്ഡലം അതിന് മുകളിലിരിക്കുന്ന പാത്രത്തിൽ നേരിട്ട് ചൂടുൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ അടുപ്പിൻ്റെ പ്രതലം അല്ല, മറിച്ച് പാത്രമാണ് നേരിട്ട് ചൂടാകുന്നത്. പലർക്കും സംശയം ഉണ്ടാകും, ഇത് കോയിലല്ലേ, ഇത് ചൂടാകില്ല എന്നൊക്കെ. പക്ഷേ ഈ കോയിൽ വഴി ഹൈ ഫ്രീക്വൻസിയിൽ കറണ്ട് കടന്നു പോകുമ്പം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അതിൽ നിന്ന് അതിൻ്റെ ടോപ്പിലുള്ള പാത്രത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വന്നിട്ട് ആ പാത്രമാണ് ചൂടാകുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രവർത്തന തത്വം. ഇനി ഇതിൻ്റെ അകത്തെ ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. ഇതിൻ്റെ ഒരു സെൻസറാണ് ഈ ടോപ്പിൽ കാണുന്നത്. ഇതിൻ്റെ വാട്ടേജ് 120 വാട്ട് മുതൽ 2100 വാട്ട് വരെയുള്ള മോഡലാണിത്. അതുപോലെ തന്നെ ഇത് ഡിഗ്രി സെൽഷ്യസ്, അതിൻ്റെ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് മുതൽ 240 ഡിഗ്രി സെൽഷ്യസ് വരെയുണ്ട്. ഇൻഡക്ഷൻ കുക്കറുകൾ കാന്തിക ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇതിന് മാഗ്നറ്റിക് ഫീൽഡുള്ള പാത്രങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കാസ്റ്റ് അയൺ, ഇരുമ്പ് പാത്രങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും ചൂട് കൂടുതൽ സമയം നിലനിർത്തുകയും ചെയ്യുന്നു. ട്രൈപ്ലേ കുക്ക് വേവ്, 3 പാളികളുള്ള സ്റ്റീൽ, അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ വേഗത്തിലും തുല്യമായും ചൂടാക്കാൻ സഹായിക്കുന്നു. ഇനാമിൽ പൂശിയ ഇരുമ്പ് പാത്രങ്ങളും ഇൻഡക്ഷനിൽ സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാം. കാന്തിക ഗുണങ്ങളില്ലാത്ത പാത്രങ്ങളുണ്ടല്ലോ, അതായത് ശുദ്ധമായ അലുമിനിയം പാത്രങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, മൺചട്ടികൾ, ഇതൊന്നും ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനി ഏത് പാത്രം നമുക്ക് ഉപയോഗിക്കാമെന്ന് പെട്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു കാന്തം ഉണ്ടെങ്കിൽ അത് പാത്രത്തിൻ്റെ അടിഭാഗത്ത് വെച്ച് നോക്കുക. കാന്തം പാത്രത്തിൽ ശക്തിമായി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നൊരു മാർഗ്ഗമാണ്. ഇനി ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഹൃദയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഹൃദയം. ഇതിൻ്റെ പേര് IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ എന്നാണ്. അതായത് അതിവേഗ സ്വിച്ചിങ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം ഒരു മിനിറ്റിൽ, അതായത് BPM നോക്കിക്കഴിഞ്ഞാൽ 60 മുതൽ 100 പ്രാവശ്യം നമ്മുടെ ഹൃദയം ഒരു മിനിറ്റിൽ ഇങ്ങനെ ടക്ക് ടക്ക് ടക്കെന്ന് അടിക്കും. എന്നാൽ ഇതിൻ്റെ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് എത്രയാണെന്നറിയാമോ? ഒരു സെക്കൻഡിൽ 20,000 മുതൽ 50,000 വരെ ഓണാകുകയും ഓഫാകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ IGBT ചെയ്യുന്നത്. ഉയർന്ന ആവൃത്തിയിലുള്ള ഈ വൈദ്യുതി തരംഗം, അതായത് ആവൃത്തിയിലുള്ള വൈദ്യുതി, ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഈ കോയിലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ശക്തമായ ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു, മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടുന്നു. ഈ കാന്തിക തരംഗങ്ങളാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസിൻ്റെ പൊക്കത്തിൽ വെക്കുന്ന പാത്രത്തിനെ ചൂടാക്കുന്നത്. അല്ലാതെ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റർ പോലെ ചൂടാകുന്ന കോയിലല്ല. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മൈക്രോ കൺട്രോൾ IC, അത് MCU എന്ന ചുരുക്കപ്പേരിൽ നാം ബട്ടൺ, അതായത് മേലെയുള്ള ബട്ടൺ അമർത്തുമ്പോൾ എത്ര ചൂട് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ കുഞ്ഞൻ കമ്പ്യൂട്ടറാണ്. പിന്നെ ഇതിൽ സെൻസറുകൾ, 2 സെൻസറുകളുണ്ട്. ഇതൊരു സെൻസറാണ്. പാത്രത്തിൻ്റെ ചൂടളക്കാനും പാത്രം അടുപ്പത്തുണ്ടോ എന്ന് പരിശോധിക്കാനും തെർമിസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ഈ സെൻസർ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനിയൊരു സെൻസർ
ഈ IGBTയുടെ അടിയിലുണ്ട്. ഇതിൻ്റെ ഹൃദയത്തിൻ്റെ അടിയിൽ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ചൂട് അറിയുന്നതിന് വേണ്ടിയിട്ടും സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതിനടിയിൽ വെച്ചേക്കുന്ന ഒരു സെൻസർ. കൂടാതെ ലോ വോൾട്ടേജിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സെക്ഷനുണ്ട്, SMPS സെക്ഷൻ എന്ന് പറയും. ഈ SMPS സെക്ഷന് മൈക്രോ കൺട്രോളിനും ഫാനിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വോൾട്ടേജുകൾ ആവശ്യമുണ്ട്. ഉയർന്ന വോൾട്ടേജിനെ 2 പ്രധാന ചെറിയ വോൾട്ടേജുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ SMPS സെക്ഷൻ ഉപയോഗിക്കുന്നു. അതായത് നമുക്ക് 5 വോൾട്ടേജും വേണ്ടി വരും, ഈ ഫാൻ വർക്ക് ചെയ്യുന്നതിനും 18 വോൾട്ടും വേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് ഈ SMPS ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നും വരുന്ന 18 വോൾട്ട് നമുക്ക് DC ഈ കൂളിംഗ് ഫാന് വേണ്ടിയിട്ടും IGBT ഡ്രൈവർ സർക്യൂട്ട്, ഇവിടെ ഒരു ട്രാൻസിസ്റ്ററൊക്കെ വെച്ച് ഇതിൻ്റെ പുറകിൽ SMDയുടെ ഒരു സർക്യൂട്ടുണ്ട്, ഡ്രൈവർ സർക്യൂട്ട്, അതിന് വേണ്ടിയിട്ടും ഈ 18 വോൾട്ടേജ് ഉപയോഗിക്കുന്നു. ഇനി 5 വോൾട്ട് DC ഇതിൻ്റെ മൈക്രോ കൺട്രോൾ MCU, അതായത് നമ്മൾ ഫ്രണ്ടിൽ പ്രസ് ചെയ്യുന്ന ബട്ടണുകളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് 5 വോൾട്ടും ഡിസ്പ്ലേ പാനലിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും 5 വോൾട്ട് ഉപയോഗിക്കുന്നു. ഇനി SMPS സെക്ഷൻ വർക്കായില്ലെങ്കിൽ നമ്മളിത് കറണ്ടിൽ കുത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലൊന്നും കാണില്ല, ഫാനും കറങ്ങില്ല. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീയില്ലാത്തതിനാൽ പൊട്ടിത്തെറിക്കാനോ തീപിടുത്തത്തിനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ ഇതിൽ ഒരുപാട് ഇറർ കോഡുകൾ വരും. E0 മുതൽ E9 വരെ ഈ ഡിസ്പ്ലേയിൽ ഓരോരോ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ഓരോരോ ഇറർ കോഡുകൾ വരും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അവിയൽ ഡയറീസിന് വേണ്ടി ജയപ്രകാശ്.